വിചാരിച്ചതിന് കുഴപ്പമാണ് മുതലാളി. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ദേവസ്വം ബോർഡ് വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഉത്തരവ് വെളിപ്പെടുത്തുന്നത് ഗൗരവതരമായ അനാസ്ഥയുടെ കൃത്യനിർവഹണ വീഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണപ്പാളിയിൽ 4 കിലോയിലധികം വ്യത്യാസം വന്നതിൽ ഈ നഷ്ടപ്പെട്ടത് സ്വർണമാണോ സ്വർണമല്ലാത്തതാണോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു രേഖപ്പെടുത്തലോ അതിൽ അന്വേഷണമോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ ഇരുന്നത് എന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനം തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. ശബരിമല ശ്രീകോവിലിന്റെ പുറത്ത് നിൽക്കുന്ന 2 ദ്വാരപാലക ശില്പങ്ങളിലുള്ള സ്വർണ്ണപ്പാളികൾ കോടതിയുടെ അനുമതിയില്ലാതെ സ്പെഷ്യൽ കമ്മീഷണറുടെ നിർദ്ദേശമില്ലാതെ ഇളക്കി മാറ്റുകയും അറ്റകുറ്റപ്പണികൾക്കായിട്ട് ചെന്നൈയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് അയക്കുകയും ചെയ്തു. എന്റെ സമ്മതം വേണ്ടേ? പക്ഷെ നിന്നോട് സമ്മതം ചോദിച്ചാൽ നീ കേൾക്കൂലല്ല, കേട്ടാ തന്നെ മിണ്ടേയില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. ഇത് കോടതിയുടെ അനുമതി ഇല്ലാതെ ചെയ്തത് ശരിയല്ലെന്ന് പറഞ്ഞ് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണം അടിയന്തരമായി തിരിച്ചെത്തിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുകയും എന്നാൽ ഇതിനോടൊപ്പം തന്നെ സ്വർണ്ണം ഉരുക്കി കഴിഞ്ഞു എന്ന ഒരു സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ പഴയ രേഖകൾ പരിശോധിക്കുകയും 2019 നിർണായകമായിട്ടുള്ള 2 രേഖകൾ 2 മഹസറുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തിക്കുകയും ചെയ്തു. ആ മഹസറുകൾ പ്രകാരം കാണിക്കുന്നത് 1999 അവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ എന്ന് പറയുന്നത്. ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൊതിയുന്നത് 1999 എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ. 20 വർഷങ്ങൾക്ക് ശേഷം 2019 ഈ സ്വർണ്ണപ്പാളികൾക്ക് കേടുപാടുണ്ടെന്നും അതുകൊണ്ട് അതിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെന്നും പറഞ്ഞ് ഒരു സ്വകാര്യ വ്യക്തി, ഈ കേസിലെ തന്നെ 7ാം പ്രതിയായിട്ടുള്ള 7th ഡിഫൻഡന്റ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ മുന്നോട്ട് വരികയും തന്റെ സ്വന്തം ചെലവിൽ ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി അതിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തുകൊള്ളാമെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ കാര്യം അവിടുത്തെ അന്നത്തെ ഭരണ നേതൃത്വം അംഗീകരിക്കുകയും കോടതിയുടെ അനുമതിയോ മറ്റോ കൂടാതെ തന്നെ തിരുവാഭരണം കമ്മീഷണറുടെയും അതേപോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. 2019 ജൂലൈ 20 ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെ 42 കിലോ 800 ഗ്രാം സ്വർണം ഏൽപ്പിച്ചു. 1 മാസവും 10 ദിവസവും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് 2019 ഓഗസ്റ്റ് 29 മാത്രമാണ് ചെന്നൈയിൽ ഈ പറയുന്ന സ്മാർട്ട് ക്രാഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പ്രസ്തുത ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സാധനങ്ങൾ എത്തിക്കുന്നത്. എന്നെ സംശയിക്കരുത്. എന്തുകൊണ്ട് 1 മാസവും 10 ദിവസത്തെയും കാലതാമസം ഈ സ്വർണം അവിടെ എത്തിക്കുന്നതിൽ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അവധാനതയും പുലർത്തിയിട്ടില്ല. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. തന്നെയല്ല, ഈ പറയുന്ന 8ാം പ്രതിയായിട്ടുള്ള ഈ സ്ഥാപനം 8th ഡിഫൻഡന്റ് ആയിട്ടുള്ള ഈ സ്ഥാപനത്തിൽ എത്തുന്ന സമയത്ത് ഈ സ്വർണം തൂക്കുന്ന സമയത്ത് ഈ സ്വർണ്ണ പാളികൾ തൂക്കുന്ന സമയത്ത് രേഖപ്പെടുത്തുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 37 കിലോ 500 ഗ്രാം മാത്രമാണ്. അതായത് ഏതാണ്ട് 5 കിലോയുടെ വ്യത്യാസം ആ സമയത്ത് ഉണ്ടാവും. ഇതൊക്കെ പണിക്കര് പറഞ്ഞു നീ പറയണല്ലാണ്ട് ഞങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ. ഓ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടല്ല, വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ. അതിനുശേഷം ഇവര് ഈ പറയുന്ന റീപ്ലേറ്റിംഗ് പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം സ്വർണം പൂശുന്ന പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം രണ്ടാമത് തൂക്കുന്ന സമയത്ത് അതിന്റെ തൂക്കം 38 കിലോ 500 ഗ്രാം ആയി മാറുന്നു. അപ്പോഴും 4.5 കിലോയുടെ വ്യത്യാസം ആ സ്വർണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. സംഗതി വെളിയിലായാൽ ഞാനും താനും എന്റെ അളിയാനും അകത്താ. ആരെങ്കിലും ഒരാളല്ല ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശുന്ന ആ ഒരു പ്രവൃത്തി വഴിപാടായി ഏറ്റെടുത്തൊരു സ്പോൺസറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനൊന്നും ഇല്ലേ? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഭക്തരുടെ മനസ്സിനകത്ത് ആശങ്ക ഉളവാക്കുന്ന നിലയിൽ പറയാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് രേഖാമൂലം കത്ത് കൊടുത്ത് ഈ ദ്വാരപാലക ശില്പങ്ങൾക്കകത്ത് വന്നിട്ടുള്ള കേടുപാടുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ്. ഈ യഥാവിധി ഇതിനെ സംബന്ധിച്ച് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനുമതി ഇതിനകത്തുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അതിൻ്റെ ചീഫ് വിജിലൻസ് ഓഫീസറെ ഇതിനോടകം തന്നെ ചുമതലപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എന്നിട്ട് അതിനു മുൻപേ തന്നെ നമ്മൾ വിധി പ്രസ്താവിക്കാൻ പാടില്ല എന്നൊരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. കാരണം ഇതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ തൂക്കത്തെ സംബന്ധിച്ച് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില സ്റ്റേറ്റ്മെന്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് അത് ഞാൻ പ്രോംപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു പാവം, സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം സാമൂഹ്യ പ്രവർത്തകൻ. ഇതിൻ്റെ വസ്തുത എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പുറത്തു വരുമ്പോൾ അതെനിക്ക് കൂടെ ബൈൻഡിങ് ആണ് എന്നുള്ളത് കൊണ്ട്, മുഴുവൻ ആളുകൾക്കും ബൈൻഡിങ് ആണെന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ സംബന്ധിച്ചൊരു മുൻവിധി ഇക്കാര്യത്തിൽ പറയുന്നത് തെറ്റാണ്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. ഇവിടെ ദ്വാരപാലക ശില്പത്തിനെ അത് സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ബഹുമാനപ്പെട്ട ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ കൊണ്ടുപോകാൻ പാടുണ്ടോ? ആ കൊണ്ടുപോകുന്നതിൽ സാങ്കേതികമായി എന്തെങ്കിലും പിഴവുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചീഫ് വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്നാ പിന്നെ പേടിക്കണ്ട. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ, ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇതിനകത്ത് അസ്വാഭാവികമായി എന്തെങ്കിലും കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എന്നെ കാണിക്കാനുള്ള പതിവ് നാടകമൊന്നും വേണ്ട. നമ്മുടെ മുന്നിൽ കൃത്യമായി, വളരെ മൂർത്തമായി ആ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ കൃത്യമായി മൂർത്തമായി ഈ നമ്മുടെ കോടതിയുടെ വിധിയുണ്ട്. അതിൽ കൃത്യമായി പറയുന്നത് ഈ തിരിച്ചു വരുന്ന ദിവസം 29/8/2019 ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 38.258 കിലോയാണ്. അതിൽ 4.541 കിലോഗ്രാമിന്റെ വ്യത്യാസമുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഒരിക്കലും ഇല്ല എന്നുള്ള നുണ ചെലവാക്കണ്ട. അതിലാകെ സംശയിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഈ ക്ലാഡിംഗ് നടന്നു എന്നുള്ളതാണ്. അതിൽ ഈ ദേവസ്വം ഒഫീഷ്യൽസ് ഇത് തിരികെ കൊണ്ടുവന്നപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലത്തിൽ, അതായത് വിജിലൻസ് അന്വേഷണം നടന്നതിന് ശേഷം പറയാനുള്ള കാര്യങ്ങളല്ല കോടതി ഈ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിധിയുടെ ഭാഗമായി സംശയാതീതമായി കോടതി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അതിനകത്ത് സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സ്വർണ്ണ ചെമ്പ് പാളികൾ കെട്ടിക്കൊണ്ട് വന്നത് കമ്പിയിലാണ്. ആ കമ്പി കൂടെ ചേർത്ത് ഇതിന്റെ വെയിറ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇത് എൻ്റെ അല്ലെങ്കിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ വാദഗതിയായി ഇവിടെ സമർത്ഥിക്കുകയോ അതിനെ ചെയ്യരുതെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ ചെയ്യരുതെന്നാണ് എന്റെ ആഗ്രഹം. രണ്ടാമത്തെ കാര്യം വാക്സ് അടക്കമുള്ള മറ്റ് പൊടിപടലങ്ങൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അങ്ങനെ വെയിറ്റിനകത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മറ്റൊരു ചാനലിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായി ചില വാദഗതികൾ മുന്നോട്ട് വെക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തു തന്നെയായിരുന്നാലും ശരി, ഇതിനെ സംബന്ധിച്ച് സമഗ്രമായി ചീഫ് വിജിലൻസ് ഓഫീസർ അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് വ്യഗ്രത കാണിക്കുന്നത്? ഇതിൽ ഏതെങ്കിലും രൂപത്തിലുള്ള അഴിമതി കടന്നുകൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ തട്ടിപ്പ് കടന്നുകൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു മുൻവിധി നമ്മൾ എന്തിനാണ് മുന്നോട്ട് വെക്കുന്നത്? അങ്ങനെ മുൻവിധി ഉണ്ടോ എന്ന് അങ്ങ് വൃഥാ ഭയക്കുന്നതാണ് എന്ന് എനിക്ക് പറഞ്ഞു പോകേണ്ടി വരും. തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ വളരെ കൃത്യമായുള്ളത് എന്താണ്? അതിൽ കുറവ് വന്നിട്ടുണ്ട്, അതിൽ ഉത്തരവാദിത്ത രാഹിത്യം ഉണ്ടായിട്ടുണ്ട്, അതിൽ അന്വേഷണമില്ലായ്മ ഉണ്ടായിട്ടുണ്ട്, തുടങ്ങിയ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നിനും പ്രതികരിക്കാത്തതിന് 100ൽ 100 മാർക്കാ നിനക്ക്. അത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു എന്ന് ചോദിക്കുന്നത് 2019 ഈ സംഭവം എന്നുള്ളതുകൊണ്ട്. അത് കയറ് കെട്ടിയതിന്റെ ആണോ, അത് കമ്പി കെട്ടിയതിന്റെ ആണോ, അതിനുള്ളിൽ വാക്സ് ഉള്ളത് കൊണ്ടാണോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും വിജിലൻസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതും അത് പോകുമ്പോഴും വഴുമ്പോഴും കൃത്യമായി അങ്ങനെ കണക്കെടുത്ത് വെക്കേണ്ടതും തൂക്കി നോക്കേണ്ടതും. ഇനി മാറ്റമുണ്ടെങ്കിൽ ആ സമയത്ത് 2019 ശേഷം ഇന്ന് 2025 കേട്ടോ, ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട താരതമ്യം നടത്തി പരിഹരിക്കേണ്ടതും എന്തുകൊണ്ടാണെന്നത് രേഖപ്പെടുത്തി വെക്കേണ്ടതും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അതെ, സംശയമില്ല. ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ അഭിപ്രായം പറയണം. കാരണം അങ്ങ് പറഞ്ഞതുപോലെ മുൻവിധിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമോ ആരോപണമൊന്നുമില്ല. ഒരു മിനിറ്റ്, അന്വേഷണം കഴിഞ്ഞിട്ട് മറുപടി പറയാനുള്ള സാവകാശത്തിന്റെ ആവശ്യമില്ല. കാരണം കൃത്യമായ ഒരു വിധി നമ്മുടെ മുന്നിലുണ്ട്. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മതി. ഈ വിധിയിൽ ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് തെറ്റാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്
ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യം. സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വ്യത്യാസവുമില്ലാതെ ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം ഞാൻ പറഞ്ഞിട്ടുണ്ട് മറുപടി. നേരാണോ? പിന്നല്ലാതെ എങ്കിലതൊന്ന് കാണണമല്ലോ. കാണിച്ചുതരാം. അന്വേഷണം നടത്തിയിട്ട് പോരാ. അന്വേഷണമില്ല, വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ മുൻവിധിയല്ല ആ വിധി, മുൻവിധിയല്ല വിധി. ദേവസ്വം ബെഞ്ച് പുറത്തു വെച്ചിരിക്കുന്ന വിധിയിൽ സർക്കാർ അഭിപ്രായം പറയാലോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ല, ഈ അന്വേഷണം ഇനി ഏതു കാലത്ത് നടക്കുന്നത് വരെ കോടതി കണ്ടെത്തിയിരിക്കുന്ന ഈ കാര്യങ്ങൾ ഞങ്ങൾ മിണ്ടില്ല എന്ന് പറഞ്ഞത് കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. അവിടെ നഷ്ടപ്പെട്ടു പോയത് സ്വർണമാണോ അല്ലയോ എന്ന മുൻവിധിയിൽ എത്തിച്ചേരാനുള്ള മുൻവിധി 6 കൊല്ലം കഴിഞ്ഞാണ്. മുൻവിധി എന്ന് അങ്ങ് പറയുന്നത് 6 കൊല്ലം കഴിഞ്ഞാണ്. 2019 ഇത് നഷ്ടപ്പെട്ടു എന്ന് മഹസറിൽ, ദേവസ്വം ബോർഡിന്റെ മഹസറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വെയിറ്റ് കുറവുണ്ടായെന്ന് 2019 മുതൽ 2025 വരെ അന്വേഷിക്കണമായിരുന്നേ. എന്ത് ചെയ്യായിരുന്നു? വിവരമുണ്ടോ തനിക്ക്? സത്യമായിട്ടും ഇല്ല.